ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ആർക്കും നേരിട്ട് കടന്നു പോകാൻ കഴിയാത്ത വളരെ രഹസ്യമായിട്ടുള്ള ഒരു മിലിറ്ററി ക്യാമ്പ്, അതാണ് മെഗാഡോ 31. മഴയുള്ള ആ രാത്രിയിൽ ഒരു കുറ്റവാളിയെ കൊണ്ട് ഒരു വാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത്രയും നേരം ഭ്രാന്ത് പിടിച്ചതുപോലെ കുരച്ചുകൊണ്ടിരിക്കുന്ന നായകൾ ഈ കുറ്റവാളി അവിടെ വന്നിറങ്ങി ആ നായകളുടെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കിയപ്പോഴേക്കും അവറ്റുകൾ വല്ലാതെ സൈലന്റ് ആയി പോവാണ്. എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് അവിടെയുള്ള പട്ടാളക്കാർക്ക് പോലും മനസ്സിലാവുന്നില്ല. ശരിക്കും എന്തിനാണ് ഇത്രയും രഹസ്യമായിട്ടുള്ള ഒരു ക്യാമ്പ് ഇവിടെ നടത്തുന്നത്? ആ ക്യാമ്പിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലേക്ക് കഥ കൊണ്ടുപോകുന്ന ഒരു കിടിലൻ ഹൊറർ മൂവി, ഒരു കിടിലൻ കഥ, അതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ ഈ കഥയിലേക്ക് പോവാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പറയുന്നത് വെറും ഈ സിനിമയുടെ കഥ മാത്രമാണ്. എന്റേതായിട്ട് യാതൊരു അഭിപ്രായം ഈ കഥയിൽ ഞാൻ പറയുന്നില്ല. കാരണം ഇതിന്റെ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു എന്താ പറയാ, കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു മതത്തിനെയോ ഒരു പാർട്ടിയെയോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കഥ അത് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു കഥയെ കേൾക്കാനായിട്ട്. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ ആരംഭത്തിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ കൈ തന്നെ മുറിച്ച് ഒരു കപ്പിൽ നിറയെ ചോര അയാൾ നിറക്കുകയാണ്. എന്നിട്ട് ആ ചോരയിൽ അയാളുടെ വിരലുകൾ മുക്കി അയാൾ ഇരിക്കുന്ന ആ തറയിൽ ഒരു പ്രത്യേകതരം സിമ്പല് വരയ്ക്കുന്നുണ്ട്. ആരാണ് അയാള്? അവിടെ അയാൾ എന്താണ് ചെയ്തത്? ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് ഇപ്പൊ കാണിച്ചു തരുന്നില്ല. ഇതിനുശേഷം ഒരു വീട്ടിലേക്ക് ഒരു പ്രത്യേക സീക്രട്ട് മിഷനുമായിട്ട് പോകുന്ന ഒരു കൂട്ടം പട്ടാളക്കാരിയാണ് കാണിക്കുന്നത്. അവർ തേടി വന്നിരിക്കുന്നത് കൊടും ഭീകരനായിട്ടുള്ള അലി സഈദിനെ തേടിയാണ്. ആ ബിൽഡിംഗിലേക്ക് കയറി കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ തന്നെ ഒരാൾ ഭയന്ന് വിറച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. എന്നാൽ അയാളൊന്നുമല്ല അലി സഈദ്. ഈ വന്ന ആൾ ഇയാളുടെ ഡ്രസ് എല്ലാം ഊരി കാണിക്കുന്നുണ്ട്. സിനിമയുടെ ആരംഭത്തിൽ രക്തം കൊണ്ട് ഒരാൾ ഒരു സിമ്പിൾ വരച്ചില്ലേ, അതുപോലെ ഒരു സിമ്പിൾ ഈ മനുഷ്യന്റെ വയറ്റിലുണ്ടായിരുന്നു. അപ്പോ എവിടെയാണ് അലി സഈദ് എന്ന് ചോദിച്ചപ്പോ ഇയാൾ ഉള്ളിലുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു പറയണം. അങ്ങനെ പട്ടാളക്കാരെല്ലാവരും ആ മുറിയുടെ ഉള്ളിലേക്ക് പോവാണ്. ഒരു കാര്യം കണ്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്താണെന്ന് അവർ അതിന്റെ ഉള്ളിൽ കണ്ടത്? ഒരുപാട് പേരുടെ മൃതദേഹം. അതിന്റെ നടുവിലായിട്ട് യാതൊരു കൂസലും ഇല്ലാതെ ഒരു ചെയറിലിരിക്കുന്ന ഒരാൾ. ഇത് തന്നെയാണ് ഇവർ തേടി വന്ന ആ ഒരു ടെററിസ്റ്റ് അലി സഈദ്. എന്നാൽ ഒരു അനക്കമില്ലാതെയാണ് ഇയാൾ ആ ചെയറിൽ ഇരിക്കുന്നത് കേട്ടോ. ഇയാൾ മരിച്ചോ അല്ലെങ്കിൽ ജീവനുണ്ടോ ഇതറിയാൻ വേണ്ടിയിട്ട് ഒരു പട്ടാളക്കാരൻ പതിയെ ഇയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് അയാൾ അനങ്ങി ഈ പട്ടാളക്കാരനെ തലയിൽ കയറി പിടിച്ചിട്ട് എന്തോന്ന് അയാളുടെ ചെവിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് അറിയുന്നില്ല. ഇവിടെ സീൻ കട്ടായിട്ട് ഇന്ത്യയുടെ ഒരു നഗരം കാണിക്കുകയാണ്. അതായത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സമയമാണ്. ഇന്ത്യ മുഴുവനും അലേർട്ടിലാണിപ്പോ. കാരണം എന്താ വെച്ചാൽ പല ഭാഗത്തും ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പോലീസിന്റെയും പട്ടാളക്കാരുടെയും സർവൈലൻസിലാണ്. ഇതിനുശേഷം ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് കാണിക്കുകയാണ്. അതിനുള്ളിലാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള നിതയുള്ളത്. അവളുടെ ഉപ്പയും കൂടെയുണ്ട്, ഹക്കീം റഹീം. കാറ് ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന സമയത്ത് തന്നെ റഹീം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട് എന്ന് കരുതി നമ്മളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ എങ്ങനെയാ? ചെറിയ കുട്ടികളൊക്കെ അതിന്റെ പേരിൽ ഉപദ്രവിക്കുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അവരുടെ പുസ്തകങ്ങൾ കത്തിക്കുക, ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇവിടുത്തെ ഗവൺമെന്റ് ഭയങ്കര മോശമാണ് എന്നൊക്കെ റഹീം ഇങ്ങനെ നിതയോട് പറയുന്നുണ്ട്. എന്നാൽ നിത ഒന്നും പറയുന്നില്ല. കാരണം ഗവൺമെന്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിത റഹീം. അതുപോലെ തന്നെ ഗവൺമെന്റ് നിരോധിച്ച ചില പുസ്തകങ്ങൾ അവളുടെ ഉപ്പയുടെ ആ ഒരു കാറിന്റെ ബാക്ക് സീറ്റിൽ അവൾ കാണാണ്. അപ്പൊ തന്നെ അവൾ പറയുന്നുണ്ട്, ഉപ്പ നമ്മൾ ഈ ഒരു പുസ്തകം കൂടെ കൊണ്ടു നടക്കാൻ പാടില്ല, ഇത് രാജ്യത്തിനെതിരാണ്, രാജ്യദ്രോഹ കുറ്റാണ് ഇതൊക്കെ, അത് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കിയേക്കെന്ന് പറയുമ്പോൾ റഹീം അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ഒരു കൂട്ടം പട്ടാളക്കാര് ചെക്കിങ്ങിനായിട്ട് അവിടെ നിൽക്കുകയാണ്. അവരെങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുന്ന അവർക്ക് മനസ്സിലായി. എന്തായാലും വണ്ടി നിർത്തിയിട്ട് ഇവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്കിൽ എന്താണെന്ന് ചോദിച്ച് അത് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഹക്കീം റഹീം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടാളക്കാരുമായിട്ട് ഒരു ഒന്നും തള്ളും ഉണ്ടാവുന്നുണ്ട്. വേഗം തന്നെ നിത പോയിട്ട് അവളുടെ ബാഡ്ജ് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഓൾറെഡി മിലിറ്ററിയിൽ ചേർന്ന ആളാണ് നിത റഹീം. അതുപോലെ തന്നെ അക്കാഡമിയിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അവളും ഒരു സോൾജിയർ ആവും. സോ അങ്ങോട്ടേക്ക് പോവാണ്. അവളുടെ ഒരു ID കാർഡ്, ബാഡ്ജ് ഇതെല്ലാം കാണിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ പട്ടാളക്കാരിപ്പോ അവരെ വിടുകയാണ് കേട്ടോ. എന്നാൽ ആ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം നിത ആലോചിക്കുന്നത് അക്കാദമിയിൽ വെച്ച് അവൾക്ക് കിട്ടിയ ഒരു ട്രെയിനിങ്, അവൾക്ക് കിട്ടിയ ഒരു ക്ലാസിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് ടെററിസ്റ്റുകൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. പല രീതിയിലും അവർ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. ഇതിന് താല്പര്യമില്ലാത്ത ആളുകളുടെ മൈൻഡിനെ വരെ അവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുണ്ടാവും ഇങ്ങനെ ടെററിസ്റ്റ് ആയിട്ട്. ചിലപ്പോ അത് നിങ്ങളുടെ ഭർത്താവായിരിക്കാം, സഹോദരനായിരിക്കാം, ചിലപ്പോ നിങ്ങളുടെ ഫാദർ ആയിരിക്കാം. എന്നാൽ ആ നേരത്തെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ രാജ്യത്തിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിധിയുടെ മൈൻഡിൽ അങ്ങനെയുണ്ട്. അവൾ കുറെ നേരം ഇതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് അവളുടെ ഉള്ളിൽ ഒരു സംശയം, ഇനിയിപ്പോ എന്റെ ഉപ്പയും ഒരു ടെററിസ്റ്റ് ആയിരിക്കുമോ? ഇവിടെ ഉപ്പയല്ല വലുത്, രാജ്യസ്നേഹമാണ് വലുത്. അതുകൊണ്ട് തന്നെ നിത പെട്ടെന്ന് തന്നെ അവൾക്ക് ആ സംശയം ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് ഓഫീഷ്യലിനോട് ഈ കാര്യം വിളിച്ചു പറയാണ്. അധികം വൈകാതെ തന്നെ ഒരു കൂട്ടം സോൾജിയേഴ്സ് വന്നിട്ട് ഹക്കീം റഹീമിനെ അറസ്റ്റ് ചെയ്യാണ്. പിന്നീട് ചോദ്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഒരു പ്രത്യേക ഹാളിൽ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഹക്കീം റഹീം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, എന്റെ മകൾ ഒരു സോൾജിയർ ആണ്, ഞാനൊരു ടെററിസ്റ്റ് അല്ല, നിങ്ങൾ അവള് വിളിക്കുക, അവള് കാര്യങ്ങൾ പറയുന്നു പറയാണ്. എന്നാൽ അതേ റൂമിൽ തന്നെ ഒരു കണ്ണാടിയുടെ അപ്പുറത്ത് നിധ ഉണ്ടായിരുന്നു. നിധ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉപ്പയോട് പറയണം, ഉപ്പാക്ക് അറിയുന്ന കാര്യങ്ങൾ അത് അതുപോലെ തന്നെ പറയൂപ്പ, ന്യായം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പവും പറ്റില്ല എന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ ഹക്കീം റഹീം പറയണം, മോളെ നീ എന്തേ പറയുന്നത്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മോളെ. അതായത് റഹീം പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരാരും അത് കേൾക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന
ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കറുത്ത മുഖം മൂടിയിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞുപോയി. നിദ റഹീം അവളെ കണ്ണ് കെട്ടിക്കൊണ്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നിരുന്നാലും അവളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയതുപോലെയാണ്. മാത്രമല്ല ഒരു പ്രൊമോഷനോട് കൂടിയിട്ട് ഒരു പോസ്റ്റിംഗും കൊടുക്കുന്നുണ്ട്. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഉപ്പയെ തന്നെ കാണിച്ചു കൊടുത്ത ആളാണ് നിദ. സോ അവളുടെ ആ ഒരു സിൻസിയറിറ്റി അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇതുപോലൊരു പോസ്റ്റ് നിധയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ആ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ അതൊന്നും ആരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് കണ്ണ് കെട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. അതിന്റെ പേരാണ് MEG.31. ഇതിനുശേഷം ആ ക്യാമ്പിന്റെ ഇൻചാർജ് ആയിട്ടുള്ള കമാൻഡർ സുനിൽ ദഗുൻഹയെ കാണിക്കുകയാണ്. അയാളുടെ കൂടെ തന്നെ മേജർ ലക്ഷ്മിദാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ലക്ഷ്മി ഒരു കാര്യം കമാൻഡറോട് ചോദിക്കുന്നുണ്ട്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പുതുതായിട്ട് വരുന്ന ഈ നിദ റഹീം ഉണ്ടല്ലോ അവളുടെ ഒപ്പം ഒരു ടെററിസ്റ്റ് അല്ലേ? സോ അവളും ഒരു ടെററിസ്റ്റ് ആവാനാണ് സാധ്യത. നമ്മൾ നന്നായിട്ട് അവളെ ഒന്ന് ചോദ്യം ചെയ്താൽ മതി, നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യം നമുക്ക് കിട്ടുന്നു പറയണം. എന്നാൽ ഇത് കേട്ടപാട് തന്നെ കമാൻഡർ പറയണം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ഉപ്പയെ തന്നെ കാണിച്ചു തന്നവളാണ് നിദ റഹീം. അവൾ ഇവിടെ വരും, അവളുടെ ജോലി നന്നായിട്ട് ചെയ്യുന്ന കമാൻഡർ പറയണം. അധികം വൈകാതെ നിദ ഈ ക്യാമ്പിലേക്ക് എത്തുകയാണ്. ഇങ്ങോട്ടേക്കുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നും നിദയ്ക്ക് അറിയില്ല കേട്ടോ. എന്തായാലും വന്നതിന് ശേഷം ലീഗലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഫോർമാലിറ്റീസ് എല്ലാം അവളുടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നത് മേജർ ലക്ഷ്മിദാസ് തന്നെയാണ്. പിന്നീട് അവളുടെ വസ്ത്രമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മിദാസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിദ ഈ ഒരു ജോലി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, അതിനുള്ള കെൽപ്പ് നിനക്ക് ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ നിദ റഹീം ചോദിക്കുന്നുണ്ട് അതെന്താ എന്നോട് അങ്ങനെ ചോദിച്ചെന്ന്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് ഒന്നുമില്ല, നീ ഇൻട്രോഗേഷൻ ചെയ്യാൻ പോകുന്നതും ചോദ്യം ചെയ്യാൻ പോകുന്നതും എല്ലാം മുസ്ലിംസ് ആയിരിക്കും. സോ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവോ? ഇത് കേട്ടപ്പോൾ നിദ പറയാണ് ഞാൻ ഒരാളെ ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ അയാളുടെ മതമോ പേരോ ഇതൊന്നും നോക്കുന്നില്ല. അയാളിൽ നിന്നും എനിക്ക് എന്ത് വിവരമാണ് എടുക്കാൻ പറ്റുന്നത് ആ വിവരം മുഴുവനായിട്ട് ഞാൻ എടുത്തിരിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെ പേര് മാത്രമേ ആ സമയത്ത് ഓർക്കുകയുള്ളൂ. കറക്റ്റ് മറുപടി തന്നെ നിദ കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം പട്ടാളക്കാരുടെ കൂടെ ആ ഒരു ക്യാമ്പ് മുഴുവനായിട്ടും അവൾ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. ഇതിനുശേഷം പോകുന്നത് വളരെ ഉൾഭാഗത്തുള്ള ചെറിയൊരു ജയിൽ മുറിയിലേക്കാണ്. കടക്കാനും ഇറങ്ങാനുമായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവിടെ കുറച്ചധികം സെല്ലുകളുണ്ട്. അതിലായിട്ടൊരു 5-6 ടെററിസ്റ്റുകളും ഉണ്ട്. സോ നിദ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതേ നേരം തന്നെ അഹമ്മദ് എന്ന പേരുള്ള ഒരാളെ 2 പട്ടാളക്കാർ, അവരുടെ പേര് ചൗധരി അതുപോലെ തന്നെ ഗുപ്ത, ഇവർ രണ്ടുപേരും ഈ അഹമ്മദിനെ അടിച്ചൊരു പരുവാക്കിയിട്ട് എടുത്തു കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം നിദ കാണുന്നുണ്ട്. ഈ അഹമ്മദിനെ ഇത്രത്തോളം ടോർച്ചർ ചെയ്യാനുള്ള കാരണം ഇവൻ എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ അറിയാം. എന്നാൽ എത്ര അടിച്ചിട്ടും ഇവനും പറയുന്നില്ല. ആള് ഭയങ്കര മനക്കരുത്തുള്ള ആളാണ്. എന്തായാലും ആ റൂമിൽ കൊണ്ടുവന്നിട്ട് അവനെ പൂട്ടിയിടുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ കമാൻഡർ നിദ റഹീമിന്റെ ഫയലും ഡോക്യുമെന്റും ഇതെല്ലാം വായിച്ചു നോക്കുകയാണ്. അതേ നേരത്തെ തന്നെ നിദ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വന്ന പാട് തന്നെ അവൾ ചോദിക്കുന്ന കാര്യം സാറേ എന്റെ ട്രെയിനിങ് കഴിഞ്ഞില്ല, അതിനു മുന്നേ പ്രൊമോഷനോട് കൂടിയിട്ട് എനിക്ക് എന്തിനാണ് ഇങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് ആണത്? ഇത് കേട്ടപാട് തന്നെ കമാൻഡർ പറയണം നിദ ഈ ഒരു പോസ്റ്റ് നിനക്ക് വെറുതെ കിട്ടിയതല്ല, നീ അത് അർഹിക്കുന്നുണ്ട്. കാരണം പെർഫോമൻസിലല്ല നീ എല്ലാത്തിലും മുന്നിലാണ്. നന്നായിട്ട് തന്നെ അക്കാഡമിക്കലി നീ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാത്തിനും ഉപരിയായിട്ട് രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വേണ്ടി സ്വന്തം ഉപ്പയെ വരെ കാണിച്ചു തന്ന ആളാണ് നീ. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യാതിരിക്കുക? അതൊക്കെ പോട്ടെ, ഞാൻ ഒരാളുടെ പേര് പറയാം, അയാളെ അറിയോ എന്ന് നീ പറയണമെന്ന് പറയണം. ഇപ്പൊ അയാളുടെ പേര് പറയണം, അലി സയ്യിദ്. ആ പേര് കേട്ടപ്പോൾ തന്നെ നിദ പറയണം സാറേ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കൊടും കുറ്റവാളിയാണ് അവൻ, പിടികിട്ടാ പുള്ളി. നിദ അവനിപ്പോ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ ഇൻട്രോഗേഷന് വേണ്ടിയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ദാ ആ ഷെൽഫിൽ ഒരുപാട് കേസറ്റുകൾ കണ്ടോ. ഇങ്ങോട്ട് വന്ന ഓരോ ടെററിസ്റ്റിന്റെയും മൊഴി റെക്കോർഡഡ് ആയിട്ട് എടുത്തു വെച്ചതാണ്. അധികം വൈകാതെ അവന്റെ മൊഴിയും ഇതുപോലെ നമ്മൾ റെക്കോർഡഡ് ആയിട്ട് ഇവിടെ വെക്കും. അതുപോലെ നിദ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം നീ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുമെന്ന്. ഇവിടെ ഒരാളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അയാളോട് യാതൊരു കരുണയോ മനസാക്ഷിയോ കാണിക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അലി സയ്യിദ് വരുന്ന സമയത്ത് അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടാകണം, അവിടെ തന്നെ നീ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവുമെന്ന് നിദ റഹീം പറയാണ്. അവള് പോയി കഴിഞ്ഞ പാട് തന്നെ ലക്ഷ്മിദാസ് വന്നിട്ട് പറയുന്നത് സാറേ എനിക്കിപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും അവളെ ചോദ്യം ചെയ്യാം, നന്നായിട്ടൊന്ന് കുടഞ്ഞാൽ മതി, ചിലപ്പോൾ അവള് തന്നെ എല്ലാ സത്യവും പറയുന്നു പറയണം. ഇതേ നേരം കമാൻഡർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സ്ത്രീ അല്ല അവര് ഭയങ്കര സിൻസിയർ ആണെന്ന് പറയണം. ആ പറഞ്ഞതുപോലെ തന്നെ നിദ അവളുടെ റൂമിൽ പോയിട്ട് അവളിപ്പോ ഫുള്ളായിട്ട് ഈ ഒരു സയ്യിദ് അലി ഉണ്ടല്ലോ അയാളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയാണ്. സോ അയാൾ അറസ്റ്റ് ചെയ്ത സമയത്തുണ്ടായ ആ ഒരു ഇൻസിഡന്റ്, ഒരുപാട് മൃതദേഹം അയാളുടെ അരികിൽ നിന്ന് കിട്ടിയായിരുന്നു, അയാൾ ചെയ്തു കൂട്ടിയ ഓരോ ക്രൂരതകൾ, ഇതിന്റെ എല്ലാത്തിന്റെയും ലിസ്റ്റ് അവൾ എടുക്കുന്നുണ്ട്. അയാളെ കുറിച്ച് നന്നായിട്ട് ഒന്നുകൂടി പഠിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ കമാൻഡർ കാണിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കിടയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യ നല്ല ദേഷ്യത്തിലാണ്. അറ്റ്ലീസ്റ്റ് അവരുടെ കുട്ടിയോടെങ്കിലും സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് വരെ അവന്റെ ഭാര്യ സമ്മതിക്കുന്നില്ല. സോ കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം ഇവർക്കിടയിലുണ്ട്. ഇതേ നേരം തന്നെ കുറച്ചു നേരത്തെ ആ അഹമ്മദ് എന്ന് പറഞ്ഞ ആളെ ഇൻട്രോഗേറ്റ് ചെയ്ത 2 പട്ടാളക്കാരെ കാണിക്കുകയാണ്, ചൗധരി അതുപോലെ തന്നെ ഗുപ്ത. ഇപ്പൊ ഗുപ്ത ചൗധരിയോട് ചോദിക്കുകയാണ് എടാ നമ്മൾ ഇത്രത്തോളം അവനെ ഉപദ്രവിച്ചു എന്നിട്ടും അവനൊന്നും പറയുന്നില്ലല്ലോ, ചിലപ്പോ അവനൊരു നിരപരാധിയാണെങ്കിലോ ഒന്നും അവനെ അറിയില്ലെങ്കിലോ. ഇപ്പൊ ചൗധരി പറയണ ഗുപ്ത ഈ സമയത്ത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു കുറ്റവാളി ഒരു ടെററിസ്റ്റിനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും രഹസ്യം അറിയെങ്കിൽ അത് പറയിപ്പിക്കലാണ് നമ്മുടെ ജോലി. ഇതിനുശേഷം ക്യാമ്പിന്റെ പുറംഭാഗം കാണിക്കുകയാണ്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. കുറച്ച് പട്ടാളക്കാരെ അവിടെ ആരോ കാത്തു നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടുത്തെ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ടെററിസ്റ്റുകളെ കാണിക്കുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതായത് അലി സയ്യിദ് അയാൾ അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കുന്ന ഒരാളല്ലല്ലോ, അയാൾ അത്ര പെട്ടെന്ന് പിടിക്കാനും കഴിയില്ലല്ലോ, ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഈ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള
ആയിട്ടുള്ള ഒരാൾ പറയാണ് ചിലപ്പോ അയാൾ തന്നെ പിടികൊടുത്തതാണെങ്കിലോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിലോ. ഇതിനുശേഷം പുറത്ത് കാണിക്കുകയാണ് അങ്ങോട്ടേക്ക് ഒരു വാന് വന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് നായ്ക്കൾ അവിടെ ഉണ്ടായിരുന്നു, പോലീസുകാരുടെ വേട്ടപ്പട്ടികൾ. അവറ്റകളെല്ലാം ഭയങ്കരമായിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വാനിൽ നിന്നും അലി സയ്യിദ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇത്രയും നേരം ഭയങ്കര റഫായിട്ട് കുരച്ചുകൊണ്ടിരുന്ന ആ നായ്ക്കൾ ഇവറ്റകൾ മുഴുവനായിട്ടും അവന്റെ ഒരു നോട്ടം കൊണ്ട് സൈലന്റ് ആവുകയാണ്. പ്രകൃതിക്ക് എന്തോ ഒരു മാറ്റം പോലെ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഗാർഡുകൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ഇപ്പോ ഈ ഒരു അലി സയ്യിദിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അവന്റെ പേരും ബാക്കിയുള്ള ചെറുതായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു അക്ഷരം പോലും അവൻ പറയുന്നില്ല. വായ പൂട്ടി അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവനൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. മറ്റാരെയല്ല, നമ്മുടെ നിദാ റഹീമിനെ തന്നെ. ആ നേരത്ത് വീണ്ടും പട്ടാളക്കാർ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും യാതൊരു മറുപടിയും അവൻ കൊടുക്കുന്നില്ല. ഇതേ നേരം തന്നെ കമാൻഡർ കണ്ണുകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള പട്ടാളക്കാർ അപ്പൊ തന്നെ ഈ ഒരു അലി സയ്യിദിനെ ചുമരിനോട് ചേർത്തിട്ട് ചാമ്പാൻ തുടങ്ങുകയാണ്. അടിച്ച് ചവിടൊക്കെ പൊളിക്കാന്ന് പറയില്ലേ, അമ്മാതിരി അടിയാണ്. തലയുടെ ഒരു ഭാഗമൊക്കെ പോയി ചുമരനെ അടിച്ച് പൊട്ടി ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. എന്നിട്ടും അയാൾ വായ തുറക്കുന്നില്ല. ഇയാളെ പിന്നീട് നേരെ ഇന്ററോഗേഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് കെട്ടി തൂക്കിയിടുകയാണ്. അയാൾ അതിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടെററിസ്റ്റുകളൊക്കെ ഒച്ചയും വിളി ഉണ്ടാക്കുകയാണ്. അയാളൊന്നും ചെയ്യണ്ട, അയാളെ വെറുതെ വിടുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന റഹീം മാത്രം അതും നോക്കി അങ്ങനെ നിൽക്കുകയല്ലാതെ അവനൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോ ബാക്കിയുള്ള ടെററിസ്റ്റുകൾക്ക് തോന്നുകയാണ് ചിലപ്പോ ഇവനായിരിക്കും അദ്ദേഹത്തെ ഉറ്റി കൊടുത്തിട്ടുണ്ടാവുക. പിന്നീട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പാട്ടയും പാത്രമൊക്കെ വെച്ച് ഇപ്പൊ അവൻ എറിയാണ്. എന്നാൽ ആ പ്രായമുള്ള ടെററിസ്റ്റ് പറയണ അവനൊന്നും ചെയ്യണ്ട, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അവനായിരിക്കില്ല സയ്യിദിനെ ഒറ്റുകൊടുത്തത്. എന്തായാലും ഇതേ നേരം തന്നെ അലി സയ്യിദിനെ അവിടെ കൊണ്ടുപോയി കെട്ടി തൂക്കിയില്ലേ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ മർദ്ദിക്കുന്നുണ്ട്. എന്നാലും അവന്റെ വായിൽ നിന്ന് ഒരക്ഷരം പുറത്തേക്ക് വരുന്നില്ല. അടിച്ച് ചോര തുപ്പിക്കാന്നൊക്കെ പറയില്ലേ, ആ മാതിരി അടിക്കുന്നത്. ഇന്ററോഗേഷൻ എന്നൊക്കെ പറഞ്ഞ ആ ലെവലിലാണ്. ഇതിനുശേഷം മേജർ ലക്ഷ്മിദാസ് തന്നെ വന്നിട്ട് നമ്മുടെ നിധയുടെ കയ്യിൽ ഒരു വടി കൊടുക്കുന്നുണ്ട്. ഇനി നീ പോയിട്ട് അടിക്ക് ചോദിക്കുന്നു പറയണം. നിധ ഇപ്പൊ ആ ഒരു വടിയുമായിട്ട് ചെന്നിട്ട് അയാളോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി പറയാതെ നിധയോട് മാത്രം അവനൊരു കാര്യം പറയുന്നുണ്ട്. നിധ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ വ്യക്തമായിട്ട് അവൾക്കത് മനസ്സിലായതുമില്ല, ബാക്കിയുള്ള ആരും ഒന്നും കേട്ടതുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ നിന്നോട് അവൻ പറഞ്ഞത്. നിധയ്ക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എന്തായാലും ഇതിനുശേഷം കമാൻഡർ ബാക്കിയുള്ള എല്ലാവരും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അധിക നേരമൊന്നും അലി സയ്യിദിനെ നമുക്കിവിടെ കിട്ടില്ല, 24 മണിക്കൂർ അത്രേ സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേഗം പോയിട്ട് ഒരു 4 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. ബാക്കിയുള്ള സമയം നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യണം. അവന്റെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കണം. സോ പോയിട്ട് റെസ്റ്റ് എടുത്തോ എന്ന് പറയണം. അതുപോലെ തന്നെ ഇനിയുള്ള ആ 4 മണിക്കൂർ ഒരു കാരണവശാലും അലി സയ്യിദ് ഉറങ്ങാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ നല്ല ഒച്ചത്തിൽ അവിടെ ശബ്ദത്തിൽ പാട്ട് വെക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ നേരത്ത് തന്നെ നിധ ഒരു വല്ലാത്ത സ്വപ്നം കാണുകയാണ്. അവളുടെ കൈകൊണ്ട് അവളുടെ ഉപ്പയെ കൊല്ലുന്നത് പോലെ. ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന അലി സയ്യിദ് ഇയാളെ കൈകൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാളുടെ കണ്ണിന്റെ നിറം കറുപ്പായിട്ട് മാറുകയാണ്. വല്ലാത്തൊരു ദുസ്വപ്നം തന്നെ. ഇത് കണ്ട് അവൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കിയുള്ള പട്ടാളക്കാർ സംസാരിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ട്. അതിലൂടെ നിധയ്ക്കൊരു കാര്യം മനസ്സിലായി, അവള് മാത്രമല്ല ഇതുപോലെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന്. എന്തായാലും ഇതേ നേരത്ത് തന്നെ അങ്ങോട്ടേക്ക് ലക്ഷ്മിദാസ് വന്നിട്ട് ചില കാര്യങ്ങൾ നിധയോട് ചോദിക്കുകയാണ്. അല്ല, കുറച്ചു മുന്നേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ടു എന്നാ പറയുന്നത്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിധ പറയാണ്. അതുപോലെ തന്നെ നിധ, ആ അലി സയ്യിദ് അവൻ എന്താ നിന്റെ ചെവിയിൽ പറഞ്ഞത്? ഇതേ സമയത്ത് തന്നെ നിധ പറയാണ്, അവൻ എന്റെ പേര് വിളിച്ചു, പക്ഷേ അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ചെറുതായിട്ട് ഒന്ന് പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മിദാസ് പറയാണ്, അത് പിന്നെ എങ്ങനെ അറിയാതിരിക്കുക, നിങ്ങളൊക്കെ ഒരു വർഗ്ഗമല്ലേ. എന്താണ് ലക്ഷ്മിദാസ് ഉദ്ദേശിച്ചെന്ന് നിധയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തായാലും ഇതിനുശേഷം ഇന്ററോഗേഷൻ വീണ്ടും ആരംഭിക്കാൻ പോവാണ്. ഒരു ഇരുമ്പ് വെട്ടിയിൽ പൂട്ടിയിട്ട അലി സയ്യിദിനെ ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു ചെയറിൽ ഇരുത്തുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഫുൾ ടൈം മോണിറ്റർ ചെയ്യാനായിട്ട് CCTV ഉണ്ട്. ആ വിഷ്വൽസ് എല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് വേറൊരു പട്ടാളക്കാരനും ഉണ്ട്. എന്തായാലും ഇന്ററോഗേഷൻ നടക്കുന്ന ഹാളിൽ ഇവർ 3 പേരാണുള്ളത്. ഒന്ന് നമ്മുടെ നിദാ റഹീം, പിന്നെ സ്ഥിരമായിട്ട് ഈ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന ചൗധരിയും അതുപോലെ തന്നെ ഗുപ്തയും. ഇപ്പൊ ചൗധരി ഒരു കാര്യം പറയുന്നുണ്ട്, ഓരോ ആയുധങ്ങൾ റെഡിയാക്കിക്കൊണ്ട്. അതായത് നോർമലി നമ്മൾ എന്തെങ്കിലും ആദ്യം ചോദിക്കുന്ന സമയത്ത് ആരൊന്നും പറയാറില്ല, പക്ഷെ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവന്റെ വായിലുള്ളത് മുഴുവൻ പുറത്തേക്ക് കക്കിയിടും. അതുകൊണ്ട് അലി സയ്യിദ് തയ്യാറായിരുന്നോ എന്ന് പറയണം. അങ്ങനെ ആ ഒരു ഇന്ററോഗേഷൻ അത് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് തന്നെ അലി സയ്യിദ് ചൗധരിയുടെ മുഖത്തേക്ക് നോക്കി എന്തോ ഒരു കാര്യം പറയണം. അവനൊന്നും പറയാത്തതുകൊണ്ട്, നീ ആ ഒരു പെൺകുട്ടിയെ കൊന്നല്ലേ? അന്ന് രാത്രി നിങ്ങൾ എവിടെ വെച്ച് എന്തൊക്കെയാ കാണിച്ചത്? ആ കുഞ്ഞിനോട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? ഇത് കേട്ട സമയത്ത് ചൗധരിയും ഗുപ്തയും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അതായത് രണ്ടുപേർക്കും ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് നേരിൽ കണ്ട പോലെയാണ് ഇപ്പൊ അലി സയ്യിദ് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും നേരിൽ കാണാനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ അത് നേരിൽ കണ്ടതുപോലെ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നു. മാത്രമല്ല ഇയാളുടെ കണ്ണ് പെട്ടെന്ന് കറുപ്പ് നിറത്തിലേക്ക് മാറുകയാണ്. ഈ കാര്യം നിധ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുശേഷം ഈ ചൗധരിയും ഗുപ്തയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയാണ്. അതായത് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ചോദ്യം ചെയ്തത്? ശരിയാ, ഞാൻ പറഞ്ഞിട്ടാ ചോദ്യം ചെയ്തത്, പക്ഷേ ആ കുഞ്ഞിനെ കൊന്നത് നീയല്ലേ? ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ CCTV വിഷ്വൽസ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഇയാൾ നോക്കുമ്പോൾ ആ വിഷ്വൽസ് ഒക്കെ ഫുൾ ആയിട്ട് ഗ്ലിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിലൊരു വല്ലാത്ത മുഖത്തിന്റെ ഒരു രൂപം വരുന്നുണ്ട്. ഇയാളാകെ ഞെട്ടിപ്പോവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ററോഗേഷൻ റൂമിലേക്ക് വേഗം തന്നെ ബാക്കിയുള്ള ഗാർഡുകൾ ഓടി ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഇവർ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയോ? അവിടെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ചൗധരി അതുപോലെ തന്നെ ഗുപ്ത, അവര് പിടിച്ചു മാറ്റാൻ നോക്കുന്ന നിധ. ഇതിനിടയിൽ ചൗധരി ഗുപ്തയുടെ വയറ്റിന് ഒരു കത്തി വെച്ച് കുത്തുകയാണ്. അധികം വൈകാതെ
രാധേ ഗുപ്ത പെടഞ്ഞ് മരിക്കുന്നുണ്ട് കേട്ടോ. വേഗം പട്ടാളക്കാർ വന്നിട്ട് ചൗധരിയെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോവാണ്. ഇവിടെ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവം അത് വലിയ ഇഷ്യൂ തന്നെയാണ്. ഒരു പട്ടാളക്കാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്, കൊന്നത് മറ്റൊരു പട്ടാളക്കാരൻ. എന്നിരുന്നാലും കമാൻഡർ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അലി സയ്യിദ് അയാൾ അധിക നേരം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, സോ ഇവനെ കൊണ്ടേ പൂട്ടിയിട്, അവനെ ഞാൻ ഇനി ചോദ്യം ചെയ്തോളാം. അതുപോലെ തന്നെ നിദ റഹീം, നീ പോയിട്ട് CCTV വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നു പറയാം. സോ അത് നോക്കാനായിട്ട് നിദ നേരെ ആ ഒരു കൺട്രോൾ റൂമിലേക്ക് പോണ്. അതുപോലെ തന്നെ ഇൻട്രോഗേഷൻ ചെയ്യാനായിട്ട് കമാൻഡർ തന്നെ അയാളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഊരി വെക്കുന്നുണ്ട്. പിന്നീട് കമാൻഡർ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒന്നും പറയില്ല അല്ലേ, എത്ര അടിച്ചാലും നീ ഒന്നും പറയില്ല അല്ലേ, നിന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാം, നിന്റെ കുടുംബം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. സോ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ രീതിയിൽ ഈ അലി സയ്യിദിനെ കമാൻഡർ ഒന്ന് പേടിപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ടും ഇയാൾക്ക് യാതൊരു കൂസലുമില്ല. ഇയാൾ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം CCTVയിലൂടെ ആ ഒരു ഓഡിയോ വിഷ്വൽ എല്ലാം നിത കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം നിത വേഗം ഒരു കാര്യം ചെയ്യാണ്. അതായത് ആ സെല്ലിൽ പൂട്ടിയിട്ട കുറച്ച് ടെററിസ്റ്റുകൾ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളുണ്ട്. അയാളെ വേഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എന്താണ് ഈ ഒരു അലി സയ്യിദ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു പറയുന്നത്. അയാൾ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചു നോക്കി കേട്ടോ. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന അറബി ഭാഷയൊന്നുമില്ല, വളരെ പുരാതനമായിട്ടുള്ള പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഏതോ ഒരു എന്താ പറയാ പ്രാചീനമായിട്ടുള്ള ഒരു അറബി ഭാഷയുടെ ഒരു ശൈലി, അതാണ് ഈ അലി സയ്യിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ നേരം തന്നെ ഈ ഒരു പ്രായമായിട്ടുള്ള ആള് പറയുന്നുണ്ട്, മോളെ എനിക്ക് ഇവനെ ചെറുപ്പം മുതലേ അറിയാം, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഭാഷയൊന്നും ഇവൻ അറിയില്ല. എന്നാലും അവൻ പറഞ്ഞതിന്റെ ആ ഒരു അർത്ഥം നോക്കുകയാണെങ്കിൽ, രക്തം നൽകി പുകയില്ലാത്ത അഗ്നിയിൽ നിന്നും അവനെ ഉണർത്തുക, ഗുൾ അവൻ ഉണരും, അവന്റെ സാന്നിധ്യം പോലും നിങ്ങൾ തിരിച്ചറിയില്ല, പതിയെ പതിയെ അവൻ നിങ്ങളെ കീഴടക്കും, നിങ്ങളെ ഭയപ്പെടുത്തും, നിങ്ങളുടെ കുറ്റബോധം കൊണ്ട് നിങ്ങളുടെ മാംസത്തെ തിന്നും. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിതയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതൊക്കെ എന്ത് മലരുന്ന്. ഇതിനുശേഷം കമാൻഡർ കാണിക്കുകയാണ്. അയാളിപ്പോ ബാക്കിയുള്ള സോൾജേഴ്സ് വിളിക്കുന്നുണ്ട്, സാറേ എല്ലാവരും ഭയന്നിരിക്കുകയാണ്, എന്തായാലും സാർ ഇങ്ങോട്ടേക്ക് വന്നേക്ക്, നമുക്ക് അവനെ വിളിക്കാം, ഫൗലാദ് സിംഗിനെ. അതൊന്നും വേണ്ട, അവനിപ്പൊന്നും വിളിക്കണ്ട, ഞാൻ തന്നെ ഇൻട്രോഗേഷൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കമാൻഡറിന് നേരെ പോയിട്ട് അലി സയ്യിദിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ ശബ്ദം മാറിയിട്ട് അയാൾ ഇപ്പൊ ഈ കമാൻഡറുടെ ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യയുടെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്. കല്യാണത്തിന് മുന്നേ നീ എന്തൊക്കെയാ പറഞ്ഞത്? നിന്റെ ജോലിയല്ലോ ഉപേക്ഷിച്ച് എന്റെ കൂടെ വരുമെന്നല്ലേ, എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ നീ എങ്ങനെ എന്നോട് പെരുമാറിയത്? നിനക്ക് ഏറ്റവും വലുത് നിന്റെ ജോലിയാണ്, എനിക്ക് നിന്നോട് വെറുപ്പാണ്. ആ രീതിയിൽ എങ്ങനെയാണോ കമാൻഡറുടെ ഭാര്യ അയാളോട് സംസാരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഈ അലി സയ്യിദ് സംസാരിക്കുകയാണ്. അതായത് ഇവന്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയാ കുറ്റബോധവും ടെൻഷനും അങ്ങനത്തെ ഒരു വികാരമൊക്കെ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. പക്ഷെ ഇയാളെ കൊണ്ട് അത് എങ്ങനെ സാധിക്കുന്നു എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇത് കണ്ട് ഭ്രാന്തളിയ കമാൻഡർ എന്താക്കിയെന്ന് അറിയോ, ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതെടുത്ത് ഇയാളുടെ വായിലേക്ക് തിരികെ വെച്ച് ഒറ്റ ഓണാക്കലാണ്. നന്നായിട്ട് ഇയാളുടെ ശരീരം കിടന്ന് വിറക്കാൻ തുടങ്ങി, വായിന്ന് നൊരയും പതിയും വരാൻ തുടങ്ങി. പിന്നീട് പവർ ഓവർലോഡ് ആയിട്ട് ആ ഒരു മിഷീൻ തന്നെ അടിച്ചു പോവാണ്, കറണ്ട് ഓഫായി പോയി. ഇതേ നേരം നിത CCTV വിഷ്വൽസിലൂടെ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അതേ നേരത്ത് അതിലൂടെ ചെറിയൊരു ശബ്ദവും കേൾക്കുന്നുണ്ട്, നിത എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം. അവള് വേഗം തന്നെ ആ ഒരു ഇൻട്രോഗേഷൻ റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുകയാണ്. എന്നാൽ ഓൾറെഡി അതിന്റെ ഉള്ളിൽ നിന്ന് കമാൻഡർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ റൂമിന്റെ ഉള്ളിൽ അലി സയ്യിദ് മാത്രമേ ഉള്ളൂ, അതും ബോധമില്ലാതെ കിടക്കുകയാണ്. മരിച്ചു പോയിട്ടുണ്ടാവാനാണ് സാധ്യത, കാരണം അത്രയും പവറായിട്ടുള്ള കറണ്ടാണ് അയാളുടെ വായിലേക്ക് കുത്തി കയറ്റി വെച്ച് കൊടുത്തത്. എന്തായാലും നിത വന്ന് നോക്കുന്ന സമയത്ത് അയാൾക്ക് ബോധമൊന്നുമില്ല. സോ അയാളെ തട്ടി വിളിച്ചിട്ട്, നിനക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം, നിനക്ക് എങ്ങനെയാണ് എന്റെ പേര് അറിയുന്നത്, എന്റെ ഉപ്പാനെ നിനക്കറിയാം, സത്യം പറ നീ ആരാണ്? ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനെ കാണാതാവുകയാണ്. പുറത്തേക്ക് നിത ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വാതിൽ ലോക്കായി പോയി. അതുപോലെ തന്നെ ആ റൂമിന്റെ ചുറ്റും അവൾ ടോർച്ച് അടിച്ച് അങ്ങനെ നോക്കുകയാണ്. എന്നാൽ ഇരുട്ടിൽ ഒരു മൂലയ്ക്കായിട്ട് അവൻ നിൽക്കുന്നത് നിത ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ. പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ തട്ടുകയാണ്. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവളെ നോക്കുന്നുണ്ട്. വായെല്ലാം നീളത്തിൽ തുറന്നു വന്ന് വൃത്തികെട്ട പല്ലും വിരൂപമായിട്ടുള്ള രൂപമായിട്ട് അവളെ പേടിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിപ്പിക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് തന്നെ നിത ആ ഒരു റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് പറ്റുന്നില്ല. അതിനിടയിൽ ടോർച്ച് താഴേക്ക് വീണുപോയി. പിന്നീട് എങ്ങനെയൊക്കെയോ ഈ ഗ്യാസിന്റെ ആ ഒരു ഫ്ലേമർ ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ടാണ് അവൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോഴും പല ഭാഗത്തു നിന്നും വന്ന് അവളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അലി സയ്യിദ്. ഈ നേരത്താണ് പെട്ടെന്ന് കമാൻഡറും ബാക്കിയുള്ള ആൾക്കാരും ഡോറ് തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് വരുന്നത്. ആ നേരത്ത് അതിന്റെ ഉള്ളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന നിധിയാണ് കാണുന്നത്. അപ്പൊ തന്നെ കരണ്ടും വന്നു കേട്ടോ. ഇപ്പൊ ഇവരെല്ലാവരും നോക്കുമ്പോൾ നിധിയുടെ കാൽച്ചുവട്ടിൽ തന്നെ അലി സയ്യിദ് ഉണ്ട്. അയാൾ മരിച്ചിട്ടുമില്ല, അയാളുടെ കണ്ണുകൾ ഇളകുന്നുണ്ട്. ഇത് കണ്ട് ഏറ്റവും കൂടുതൽ ഷോക്കായി പോയത് കമാൻഡർ ആയിരുന്നു. കാരണം അയാൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ അലി സയ്യിദിന്റെ നാടിമിടിപ്പൊക്കെ നോക്കിയതാണ്, ഒരു തരത്തിൽ അനക്കമില്ലായിരുന്നു. മരിച്ചു എന്ന് അയാൾ കൺഫേം ചെയ്തിട്ടാ പോയത്. എന്നാൽ ഇപ്പൊ വന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് ജീവനുണ്ട്. അതെങ്ങനെ പോസിബിൾ ആവും? എന്തായാലും അയാളെ വലിച്ച് എഴുന്നേൽപ്പിച്ച് ആ ഒരു ചെയറിലിരുത്താണ്. ഇനി എന്തായാലും അത് കമാൻഡറെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഫൗലാദ് സിംഗിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി പറയാം. ഇത് കേട്ടപ്പോ പട്ടാളക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ആവേശമാവുകയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഇൻട്രോഗേഷൻ ചെയ്യുന്ന കാര്യത്തിൽ ഫൗലാദ് സിംഗ് അവനെ കഴിച്ചേ വേറൊരാളുള്ളൂ. സോ അവന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പട്ടാളക്കാർ ഒച്ചയും വിളിയുണ്ടാക്കുന്നുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറ്റവാളികളൊക്കെ ആകെ പേടിച്ച് വിറക്കുന്നുണ്ട്. ഇതേ നേരം ഒറ്റയ്ക്ക് ഒരു റൂമിൽ പോയിട്ട് ഒന്ന് റിലാക്സ് ആയിരിക്കുകയാണ് നിത. കാരണം കുറച്ചു നേരം മുന്നേ ഉണ്ടായിരുന്നതേ അമ്മാതിരി സംഭവങ്ങളാണ്. ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പൊ അവളുടെ അടുത്തേക്ക് നമ്മുടെ കമാൻഡർ വരുന്നുണ്ട്. നീ അവിടെ വെച്ച് എന്തെങ്കിലും കേട്ടായിരുന്നോ എന്ന് ചോദിക്കണം. നിത പറയണ അത് പിന്നെ എന്റെ ഉപ്പയുടെ ശബ്ദത്തിൽ അവൻ സംസാരിച്ചു എന്ന് പറയണം. സാറിന് എന്റെ ഉപ്പയെ അറിയുമെന്ന് ചോദിക്കണം. അപ്പൊ തന്നെ ഈ കമാൻഡർ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ ഉപ്പ ഈ ഒരു ക്യാമ്പിൽ കുറച്ചു നാൾ ഉണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ഉപ്പാനെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് നിത ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കമാൻഡർ വിഷയം മാറ്റുകയാണ്. ഇതേ നേരം തന്നെ ഇവരെല്ലാവരും കാത്തിരുന്ന ഫൗലാദ് സിംഗ് വരുന്നുണ്ട് കേട്ടോ. ആളെ കാണാൻ തന്നെ ഒരു ഭീകര ലുക്കാണ്. ഇനിയിപ്പോ ഒരു അക്ഷരം പോലും പറയാത്ത ടെററിസ്റ്റുകളാണ്
ആണെങ്കിലും അവരുടെ വായിൽ നിന്നും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ അണ്ണാക്കിൽ കയറ്റി വലിച്ചെടുക്കുന്ന ഒരു പരിപാടി ഇയാൾക്കുണ്ട് കേട്ടാ. കാരണം ഇയാളുടെ ടോർച്ചറിങ് അത്രയും പവർഫുൾ ആയിരിക്കും. എന്നാൽ ഫൗലാദ് സിംഗ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അലി സയ്യിദിന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരിയാണ്, ഒരു സന്തോഷമുള്ളതുപോലെ. അത് മാത്രമല്ല അവന്റെ കണ്ണുകളുടെ നിറം കറുപ്പായിട്ട് മാറുകയാണ്. ഇതേ നേരം ആ റൂമിലേക്ക് ഇപ്പൊ ഫൗലാദ് സിംഗ് വന്ന് കയറുകയാണ് കേട്ടോ. അവനെ കണ്ടപാട് തന്നെ അലി സയ്യിദ് അയാളുടെ കണ്ണുകൾ അടക്കിയാണ്. ഫൗലാദ് അവന്റെ പരിപാടി തുടങ്ങാനും പോവാണ്. ഇതേ നേരം ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരും അവിടുന്ന് പോവാണ് കേട്ടോ. ഇനിയുള്ള കാര്യങ്ങൾ ഫൗലാദ് സിംഗ് നോക്കിക്കോളും എന്ന് പറയണം. എന്നാൽ നിതയ്ക്ക് മാത്രം അവിടുന്ന് പോകാൻ കഴിയുന്നില്ല. സംതിങ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒട്ടും നോർമലായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നേരത്തെ ആ ഒരു അറബി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത ആ പ്രായമുള്ള ആളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നിത ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം, നിങ്ങൾ ദയവ് ചെയ്ത് അത് മറച്ചു വെക്കാതെ ഒന്ന് പറയുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിത ചോദിച്ചത് കൊണ്ട് തന്നെ അയാൾ ആ കാര്യം പറയാണ്. മോളെ, നിന്റെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, കൊള്ളോ. അതെന്താണെന്ന് നിത ചോദിച്ചപ്പോ അത് പിന്നെ മോളെ, പുരാണത്തില് ഒരു ശൈത്താനെ കുറിച്ച് പറയുന്നുണ്ട്. പുകയില്ലാത്ത തീയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു പ്രത്യേകതരം പിശാച്, അതിന്റെ പേരാണ് ഗൗൾ. ഒരാൾ അയാളുടെ രക്തം നൽകി ഈ ഗുള്ളിന്റെ ഒരു പ്രത്യേകതരം സിമ്പിൾ ഉണ്ട്, അതുകൂടെ വരച്ച് അവൻ ആരാധിച്ചു കഴിഞ്ഞാൽ ആ പിശാച് വരും. അവന് വേണ്ടി ആ പിശാച് എന്തും ചെയ്തു കൊടുക്കും. അവന്റെ എതിരാളികളെ മുഴുവനായിട്ടും ഇല്ലാതാക്കും. നമ്മളെല്ലാവരും സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ് ആ ഒരു പിശാചിന്റെ ശക്തി. അവന്റെ പ്രവൃത്തികളും അതുപോലെ പൈശാചികമാണ് മോളെ. എന്നാൽ നിത ചോദിക്കുന്ന ഒരു കാര്യം, അതൊരു പിശാചാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു മനുഷ്യരൂപം കിട്ടുന്നത്? അതിനുള്ള ഉത്തരവും ഈ പ്രായമായ ആളുടെ കയ്യിലുണ്ടായിരുന്നു മോളെ. ആ പിശാചിന്റെ സ്വാധീനം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ പിശാചിന് ആ ആളായിട്ട് മാറാൻ കഴിയും, അതായത് മനുഷ്യരൂപത്തിലേക്ക് വരാൻ കഴിയും. ഇതിനുശേഷമാണ് മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളെ കാണിക്കുന്നത്. അതായത് കമാൻഡർക്ക് ഒരു കോള് വരുന്നുണ്ട്. ആ കോളിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, സർ, ഞങ്ങൾക്ക് അയാളുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ആരുടെ ബോഡി? അലി സയ്യിദ്. അയാളുടെ സങ്കേതത്തിൽ നിന്നും പാതി നശിച്ച അവസ്ഥയിൽ അയാളുടെ ബോഡി ഇപ്പൊ റിക്കവർ ചെയ്തിട്ടേ ഉള്ളൂ. DNA വരെ മാച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൺഫേമും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപാട് കമാൻഡർ ആകെ ഞെട്ടിപ്പോണ്. എന്താ ഈ പറയുന്നേ? അലി സയ്യിദിന്റെ ബോഡി കിട്ടിയെന്നോ? അപ്പൊ ഇത്രയും നേരം ഇവര് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് ആരെയാണ്? ഹൂ ഈസ് ദാറ്റ് മാൻ? ഇതിനുശേഷം കാണിക്കുന്നത് ഫൗലാദ് സിംഗ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന അലി സയ്യിദിനെയാണ്. രക്തം കൊണ്ട് കുളിച്ചിട്ടുണ്ട് അവന്റെ ശരീരം. അവസാനം അവൻ തന്നെ പറയാൻ തുടങ്ങി, മതി എന്നെ കൊണ്ട് വയ്യ. ഇപ്പൊ ഫൗലാദ് സിംഗ് പറയാണ്, ശരി, നിന്നെ കൊണ്ട് വയ്യെങ്കിൽ നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറയൂ, എന്നാൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയണം. അങ്ങനെ എല്ലാം സമ്മതിച്ച് അലി സയ്യിദ് എന്റെ കെട്ടൊന്ന് അഴിക്കുമെന്ന് ചോദിക്കുകയാണ്. ഫൗലാദ് സിംഗ് അതിന് സമ്മതിക്കുകയാണ്. കാരണം ഈ അവസ്ഥയിൽ ഇവനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഈ അവസ്ഥയിലല്ലെങ്കിലും ഫൗലാദിനെ പോലെയുള്ള ഒരു ഭീമാകാരനായിട്ടുള്ള മനുഷ്യനോട് മുട്ടി നിൽക്കാനൊന്നും ഈ അലി സയ്യിദിന് പറ്റൂല. ആ ഒരു കോൺഫിഡൻസിലാണ് ഫൗലാദ് അവന്റെ കെട്ടുകൾ അഴിക്കാൻ പോകുന്നത്. ഇതേ നേരം തന്നെ നിത ആ പ്രായമായിട്ടുള്ള ആളോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ ജയിലിലേക്ക് ഗൗൾ എന്ന ഒരു പിശാച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുത്തിയതായിരിക്കില്ലേ? ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോ ഈ പ്രായമായിട്ടുള്ള ആള് പറയാണ്, അതെനിക്കറിയില്ല മോളെ, അതാരാണ് ചെയ്തതെന്ന് നീ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയാം. ഇതേ നേരത്താണ് ഇൻട്രോഗേഷൻ റൂമിൽ നിന്നും ഒരു വല്ലാത്ത ഒച്ചപ്പാടും ബഹളം, ഒരു കരച്ചിലൊക്കെ കേൾക്കുന്നത്. ഇതിനുശേഷം അതിനുള്ളിൽ നിന്നും ഫൗലാദ് സിംഗ് പുറത്തേക്ക് വരികയാണ്. അയാളെ കണ്ടപാട് തന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല നിത പോയിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഫൗലാദ് സിംഗിന്റെ ആ ആറ്റിറ്റ്യൂഡും ഭാവത്തിനൊക്കെ എന്തോ ഒരു മാറ്റം. ഇയാൾ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ടെററിസ്റ്റുകളെ പൂട്ടിയിട്ടിരിക്കുന്ന എല്ലാ സെല്ലും തുറന്നു വിടുകയാണ്. ആ ഗ്യാപ്പിന് നിത ഓടിച്ചെന്ന് ഇൻട്രോഗേഷൻ റൂമിലേക്ക് നോക്കിയ സമയത്ത് തലകീഴായി കെട്ടി തൂക്കിയിരിക്കുന്ന ഫൗലാദ് സിംഗ് അയാളുടെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. അയാളുടെ തല ആ ശരീരത്തിലില്ല, അത് പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഫൗലാദ് ഈ ഒരു അലി സയ്യിദിന്റെ കെട്ടഴിച്ച സമയത്ത് തന്നെ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അവൻ വന്നു കഴിഞ്ഞു. സോ അത് അലി സയ്യിദ് അല്ല, അത് ഗൗളാണ്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഒരാളുടെ റൂമിന്റെ മുന്നിൽ മാത്രം വന്ന് ഈ ഫൗലാദ് സിംഗ് അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മറ്റാരുമല്ല, എത്ര അടിച്ചിട്ടും ഒന്നും പറയാതിരുന്ന അഹമ്മദ് ഉണ്ടല്ലോ, അവന്റെ. ഈ സമയത്താണ് ഒളിച്ചിരുന്ന നിത പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഒരു വല്ലാത്ത രീതിയിൽ അവളെ ഇപ്പോ ഈ ഒരു ഫൗലാദ് സിംഗ് നോക്കുന്നുണ്ട്. ഫൗലാദ് സിംഗ് അല്ല, അത് ഗൗളാണ് ഇനി മുതൽ. അപകടം മനസ്സിലായ നിത അപ്പൊ തന്നെ അവിടെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് എത്ര അലാറംസ് ഓണാക്കാൻ പറ്റുമോ അതെല്ലാം ഓണാക്കുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിയിൽ ഒരൊറ്റ പട്ടാളക്കാരൻ പോലും ഇല്ല, എല്ലാവരും ഇവിടുന്ന് പോയിട്ടുണ്ട്. കാരണം ഫൗലാദ് സിംഗ് എല്ലാം നോക്കിക്കോളും എന്ന് കരുതിയിട്ട്. അങ്ങനെ അവസാനത്തെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് അത് പുറത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. എത്ര വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. എന്നാൽ അവളുടെ പിന്നാലെ ഇപ്പൊ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ഫൗലാദ് സിംഗിന്റെ രൂപം പ്രാപിച്ച ആ ഒരു ഗൗള്. എന്നാൽ അപ്പോഴേക്കും വാതിൽ തുറന്ന് നിതയെ ബാക്കിയുള്ളവർ രക്ഷപ്പെടുത്തുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഡോറ് നിത ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്താ പറ്റിയതെന്നൊക്കെ നിതയോട് ചോദിക്കുമ്പോൾ അവൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ ഫൗലാദ് സിംഗ് മരണപ്പെട്ടു, അയാളെ കൊന്നത് അലി സയ്യിദ് ആണ്. അലി സയ്യിദ് അല്ല, അവന്റെ ഉള്ളിൽ ഒരു പിശാചുണ്ട്, അതിന്റെ പേര് ഗൗള് എന്നാണ്. ഒരു കൊടൂരമായിട്ടുള്ള പിശാച്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ലക്ഷ്മിദാസ് പറയാണ്, ഒന്ന് പോയേടി അവിടുന്ന്, പ്രാന്ത് വിളിച്ച് പറയുന്നത് പ്രേതാണ് പോലും, പിശാചാണ് പോലും, അതും ഈ ക്യാമ്പിൽ. കമാൻഡർ വാ, നമുക്ക് തന്നെ പോയി നോക്കാം എന്താ സംഭവിച്ചെന്ന്. അങ്ങനെ ഇവരെല്ലാവരും നേരെ ഇൻട്രോഗേഷൻ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ഫൗലാദിന്റെ ബോഡി കാണുന്നുണ്ട്. അയാളുടെ ദേഹത്ത് അയാളുടെ തല ഉണ്ടായിരുന്നില്ല. അതേ നേരം തന്നെ ടെററിസ്റ്റുകളെ പൂട്ടിയിരിക്കുന്ന സെല്ലിൽ ആരുമില്ല, എല്ലാവരും രക്ഷപ്പെട്ടു. എന്നാൽ ആ ഒരു അഹമ്മദ് മാത്രം അവന്റെ റൂമിലുണ്ട് കേട്ടോ. എന്തായാലും നിത ചെന്നപാട് നോക്കുന്നത് ആരാണ് ആ ഒരു സിമ്പിൾ വരച്ചത് എന്നാണ്. ആ സിമ്പിൾ ആരൊരാൾ വരച്ചത് കൊണ്ടാണല്ലോ ഗൗൾ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാ സെല്ലിലും പരിശോധിച്ച് നോക്കി, എന്നാൽ ആരും അത് വരച്ചു വെച്ചിട്ടില്ല. ഇതിനുശേഷം അഹമ്മദിന്റെ ആ ഒരു സെല്ലിലും പോയി നോക്കി കേട്ടോ, അവനും വരച്ചിട്ടില്ല. അവനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, ഇനി നീയാണോ ഇത് ചെയ്തത്? എന്നാൽ ഇതേ നേരം തന്നെ
അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മിദാസ് പറയാണ്, നിത നീ ഇവിടെ കിടന്ന് വെറുതെ നാടകം കളിക്കാൻ നോക്കണ്ട. കമാൻഡറെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നമ്മൾ ആരും ഇവിടെ ഇല്ലാത്ത ആ ഒരു സമയം നോക്കി ടെററിസ്റ്റിനെ കൂട്ടുപിടിച്ചിട്ട് ഈ ഫൗലാദ് സിംഗിനെ കൊന്നു കളഞ്ഞത് മറ്റാരുമല്ല ഇവള് തന്നെയാണ്. എന്നിട്ട് ഇവിടെ വെച്ചൊരു നാടകവും നമ്മളെയൊക്കെ കബളിപ്പിക്കാനേ. ഇവളുടെ ഫാദർ ഒരു ടെററിസ്റ്റ് അല്ലേ, അപ്പൊ ഇവളും ഒരു ടെററിസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മളെയൊക്കെ ട്രാപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നാൽ നിത പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ കമാൻഡർ വിശ്വസിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് നേരത്തെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, അതായത് അലി സയ്യിദിന്റെ ബോഡി പട്ടാളക്കാർ മറ്റൊരു സ്ഥലത്ത് വെച്ച് റിക്കവർ ചെയ്തു എന്ന്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളത് ചിലപ്പോൾ നിത പറയുന്നത് പോലെ തന്നെ ഗൗൾ എന്ന ഒരു പിശാചായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമാൻഡർ നിൽക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള ആരും കമാൻഡറുടെ കൂടെ നിൽക്കുന്നില്ല, എല്ലാവരും ലക്ഷ്മിദാസിന്റെ കൂടെ നിൽക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണ് എടുക്കുന്നുണ്ട്. എന്നാൽ കമാൻഡർക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയാളുടെ ഗണ്ണ് മേടിച്ച് ബാക്കിയുള്ള എല്ലാവരും അയാളെ ലോക്ക് ചെയ്യാണ്. മാത്രമല്ല ഇതിന് ശേഷം ആ ഒരു അഹമ്മദിനെയും നിതയും ഒരു റൂമിൽ കൊണ്ടിട്ട് ഇവർ പൂട്ടിയിടുന്നുണ്ട്. പൂട്ടിയിട്ട് പട്ടാളക്കാർ പോയതിനു ശേഷമാണ് നിതയും അഹമ്മദ് ഒരു കാര്യം കാണുന്നത്. ആ സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാ ടെററിസ്റ്റുകളും ഒളിച്ചിരിക്കുന്നത് ദാ ഇതേ റൂമിലാണ്. ഇവരെന്തെങ്കിലും എന്നെ ചെയ്യോ എന്ന് പിടിച്ച് നിത വേഗം തന്നെ അഹമ്മദിന്റെ കഴുത്തിൽ ചെറിയ ഷാർപ്പായിട്ടുള്ള ഒരു സാധനം വെച്ച് എന്റെ അടുത്തേക്ക് വരരുത്, വന്ന ഇവന്റെ കഴുത്ത് ഞാൻ അറുക്കെന്ന് പറയണം. ആ നേരത്തെ ആ പ്രായമായിട്ടുള്ള ആള് പറയണം, അറുക്ക്, നിങ്ങൾ അറുക്ക്, കഴുത്തറുക്ക്. കാരണം ഇതുപോലെ ഒരുപാട് നിരപരാധികളെ കഴുത്ത് ഇവിടെ വെച്ച് നിങ്ങൾ അറുത്തിട്ടുണ്ട്. നിരപരാധിയോ? ഇവനപ്പോ ഒരു ടെററിസ്റ്റ് അല്ലേ? ഇതേ സമയത്തിന് ആ പ്രായമുള്ള ആള് പറയുന്നുണ്ട്, അല്ല, ഞങ്ങൾക്ക് ചായ കൊണ്ടുതരാൻ വന്ന ഒരു സാധാരണ ചായക്കടക്കാരനാണ് അവൻ. അവന്റെ കഷ്ടകാലത്തിന് ഞങ്ങളെ പിടിച്ച സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ പരമാവധി പറഞ്ഞെങ്കിലും ആരും അവൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. ഒരുപാട് ഞങ്ങളെല്ലാം ഉപദ്രവിച്ചപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത അവൻ എന്താണ് സമ്മതിക്കേണ്ടത്? പിന്നീട് അവന്റെ വായിൽ നിന്നും സത്യം പുറത്തു വരാൻ വേണ്ടി ഇവർ ചെയ്ത് എന്താണെന്നറിയോ? അവന്റെ കുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ മുന്നിൽ വെച്ച് അതിനെ ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ആ ഒരു കുട്ടി മരിച്ചുപോയി. അത് നേരിട്ട് കണ്ട ആ ഒരു ഷോക്കിന് ഇവന്റെ ശബ്ദം തന്നെ ഇല്ലാതായി പോയി. ഇവനെ കൊണ്ട് സംസാരിക്കാൻ പറ്റാതെയായി. ഇതേ നേരം തന്നെ ആ റൂമിൽ ചോരയായ ചെറിയൊരു തുണിയുടെ കഷ്ണം ഉണ്ടായിരുന്നു. അത് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അഹമ്മദിനെ നിത ഇപ്പൊ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞത് സത്യമായിരിക്കാമെന്ന് നിത വിശ്വസിക്കുകയാണ്. അപ്പോഴാണ് നിത മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. അവളുടെ ഉപ്പാനെയും ഇതേ സ്ഥലത്തേക്ക് തന്നെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ഉപ്പാനെയും ഇവര് കൊന്നു കളഞ്ഞിട്ടുണ്ടാവുമോ? അവൾക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുകയാണ്. അതായത് അവളുടെ ഉപ്പ ഒരു നിരപരാധിയാണെങ്കിലോ, ഞാൻ കാരണം എന്റെ ഉപ്പ ഒരുപാട് അനുഭവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ അവളുടെ മൈൻഡിൽ ഓരോ ചിന്തകൾ വരികയാണ്. ഇതേ നേരം തന്നെ ഇവരെ ഈ പൂട്ടിയിട്ട റൂം ഉണ്ടല്ലോ അത് തുറക്കാനായിട്ട് മറ്റേ ഒരു ലക്ഷ്മിദാസും ടീമും കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഈ ടെററിസ്റ്റുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അഹമ്മദ് ഇവരെല്ലാവരും കൂടിയിട്ട് ആ വാതിലിന്റെ പിറകിലായിട്ട് കനങ്ങൾ ഓരോ സാധനങ്ങൾ കൊണ്ടേ വെക്കുകയാണ്. ആ ഗ്യാപ്പിന് ഇവർക്ക് രക്ഷപ്പെടാലോ എന്ന് കരുതിയിട്ട്. ഇതിനിടയിലാണ് മറ്റൊരു പട്ടാളക്കാരൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ഒരു ടെററിസ്റ്റിന്റെ ബോഡി കണ്ടെടുക്കുന്നത്. വളരെ ബ്രൂട്ടലായ രീതിയിൽ മാന്തി കീറി ഇട്ടിരിക്കുകയാണ് അത്. സോ വാക്കി ടോക്കിയിലൂടെ ആ ഇൻഫർമേഷൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, അതായത് ഈ ലക്ഷ്മിദാസിന് കൊടുക്കുന്നുണ്ട്. നല്ല ശബ്ദത്തിലാണല്ലോ ആ ഒരു മെസ്സേജ് കേൾക്കുക. അതിപ്പോ ഈ റൂമിന്റെ ഉള്ളിൽ ഉണ്ടായത് ഇവരും കേൾക്കുകയാണ്. അതോടുകൂടിയിട്ട് ഇവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഇവരുടെ കൂട്ടത്തിൽ ഏതോ ഒരാളുടെ ഉള്ളിലേക്ക് ആ ആത്മാവ് കയറി കഴിഞ്ഞു. അതായത് ഗുള്ളിന്റെ ആ പൈശാചിക ശക്തി കയറി കഴിഞ്ഞു. എന്നാൽ അത് ആരാണെന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേരിൽ വഴക്കിടാൻ തുടങ്ങുകയാണ്. ഈ ഗ്യാപ്പിന് നിത ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അഹമ്മദ് അവനൊരു നിരപരാധിയാണ്, എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. അതിനായിട്ട് ചെറിയൊരു വഴി അവൾ അവിടെ കണ്ടുപിടിക്കുകയാണ്. അതിലൂടെ അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഈ സമയത്താണ് കൂട്ടത്തിൽ പിശാച് കയറിയ ആ ആള് വരുന്നത്. ഒരുത്തിന്റെ തല തന്നെ കീറി പൊളിക്കുകയാണ്. മറ്റാരുമല്ല, ആ പ്രായമുള്ള അപ്പാപ്പനുണ്ടല്ലോ അയാള് തന്നെ. അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും ഇയാൾ കടിച്ച് കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരാളെ കൊന്നു കഴിയുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ഈ ഒരു ഗൗളിന്റെ ആത്മാവ് കയറും. ആത്മാവല്ല, ആ ഒരു പൈശാചികമായിട്ടുള്ള ശക്തി. ഈ ഗ്യാപ്പിന് നിത ഒരു കുഴൽ പോലത്തെ ഒരു സംഭവം കണ്ടുപിടിച്ച് അതിലൂടെ ഈ ഒരു അഹമ്മദിനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ആദ്യം തന്നെ അഹമ്മദിനെ പുറത്തേക്ക് ഇറക്കി. ഇനിയിപ്പോ നിധിയാണ് ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു ഗോള് വന്നിട്ട് അവളുടെ കാലിന് പിടിക്കുകയാണ്. ഒരുപാട് തവണ റഹീം പിടിച്ചിങ്ങോട്ടേക്ക് വലിക്കാൻ നോക്കിയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. നിധിയെ വലിച്ചുകൊണ്ട് ആ കുഴലിന്റെ ഉള്ളിലേക്ക് തന്നെ ആ പിശാച് പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കായിരുന്നു അഹമ്മദ്. എന്നാൽ അപ്പോഴാണ് നിധ വീണ്ടും എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവള് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ താഴെ ഉണ്ടായിരുന്ന ആ റൂമിന്റെ ഉള്ളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മടിച്ച് മരിച്ചിരിക്കുകയാണ്. അതായത് ആ ഒരു പിശാച് അവരെ കൊന്നിരിക്കുകയാണ്. ഈ നേരത്ത് തന്നെ ലക്ഷ്മിദാസും അവരുടെ ടീമും കൂടെ വാതിൽ എങ്ങനെയൊക്കെയോ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് വന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ എന്താ കാണുന്നത്? രണ്ട് കാലും കെട്ടിയിട്ട രീതിയിൽ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന നിത. അത് നിതയല്ല, ഗൗളാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. എന്തായാലും നിതയാണെന്ന് കരുതിയിട്ട് അഹമ്മദിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോ നിതയുടെ രൂപത്തിലുള്ള ഈ ഗൗള് പറയണത് ആ കുഴൽ കണ്ടോ, അതിലൂടെ അവൻ രക്ഷപ്പെട്ടു പോയി എന്ന് പറയണം. എത്രയും പെട്ടെന്ന് പോയിട്ട് അഹമ്മദിനെ പിടിക്കാൻ വേണ്ടി ലക്ഷ്മിദാസ് ഓർഡർ കൊടുക്കുകയാണ്. ഇതേ നേരത്തെ തന്നെ നിതയെ കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്കും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ലക്ഷ്മിദാസ് പറയണം, എന്റെ രീതി എങ്ങനെയാണെന്ന് ഇതുവരെയായിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലോ, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് നിതയെ നല്ല കുത്തുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷ്മിദാസ്. എന്നാൽ അവൾക്ക് അറിയില്ല, ഒരു പ്രേതത്തിനെയാണ്, ഒരു പിശാചിനെയാണ് അവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ നേരം തന്നെ ശരിക്കുള്ള നിതയും അതുപോലെ തന്നെ നമ്മുടെ അഹമ്മദ് രണ്ടുപേരും കൂടെ പട്ടാളക്കാർ കാണാതെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പിന്നീട് ആ ഭാഗത്തേക്കും അവർ വരുമെന്ന് തോന്നിയപ്പോൾ വേഗം തന്നെ രണ്ടുപേരും അവിടുന്ന് മാറുന്നുണ്ട്. ഇതേ നേരത്ത് തന്നെ ലക്ഷ്മിദാസ് നിധിയുടെ രൂപമുള്ള ആ ഒരു ഗൗളിനെ അടിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, എന്താണ് അലി സയ്യിദും അതുപോലെ തന്നെ ആ കുറ്റവാളികളും തമ്മിലുള്ള നിന്റെ ബന്ധം? എന്തിനാണ് നീ അവരെ രക്ഷപ്പെടുത്തിയത്? ഇപ്പൊ നിധ പറയാണ്, ഞാൻ പറയണോ? ഞാൻ പറയണമെങ്കിൽ നിങ്ങളുടെ ചെവി അടുത്തേക്ക് കൊണ്ടുപോവാ, ഞാൻ നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞു തരാന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ ശരിക്കുള്ള നിധിയും അഹമ്മദും കൂടിയിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ഒരു സോഫ ഉണ്ടായിരുന്നു, അതിന്റെ പിറകിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഭാഗം പരിശോധിക്കാനായിട്ട് ഒരു പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇയാളവിടെ ഫുൾ ആയിട്ട് നോക്കാൻ
നോക്കാതെ ആ ഒരു സോഫയിൽ വന്നിട്ട് കൈ നീട്ടി അങ്ങനെ ഇരിക്കുകയാണ്, കുറച്ചു നേരം വിശ്രമിക്കാന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ ലക്ഷ്മിദാസ് അവരുടെ ചെവി ഇപ്പോ നിധയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിധയല്ല, ആ കാര്യം നിങ്ങൾ ആലോചിക്കണം, അത് ഗൗളാണ്. അതേ സമയത്ത് തന്നെ ആ സോഫയിൽ ഇരിക്കുന്ന പട്ടാളക്കാരനെയും കാണിക്കുന്നുണ്ട്. ഇയാൾക്ക് എന്തോ ഒരു ശബ്ദം പുറത്ത്, അതായത് ഈ സോഫയുടെ പിറകിൽ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നിയിട്ട് ഇയാൾ പതിയെ അങ്ങോട്ടേക്ക് തലയിട്ട് നോക്കുകയാണ്. അതേ നേരം തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ലക്ഷ്മിദാസ് അവരുടെ ചെവി നിധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ആ സോഫയുടെ പിന്നിലേക്ക് നോക്കിയ പട്ടാളക്കാരൻ കണ്ടത് എന്താണെന്ന് അറിയോ? ഗൗളിന്റെ മുഖം. സോ ഇവിടെ വെച്ചാണ് ആ ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ലക്ഷ്മിദാസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിധയെ തന്നെയാണ്. എന്നാൽ ഈ അഹമ്മദിന്റെ കൂടെ രണ്ടാമതും ആ ഒരു കുഴലിൽ നിന്നും പുറത്തേക്ക് ചാടി വന്ന് ഈ സോഫയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതാണ് ശരിക്കുള്ള ഗൗള്. ഈ ഗൗള് ആ പട്ടാളക്കാരനെ കണ്ടപാട് തന്നെ അവനെ വലിച്ചു കീറി കൊല്ലുകയാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് നിധയുണ്ടല്ലോ, ലക്ഷ്മിയുടെ ചെവി അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് സ്വകാര്യം പറയാനൊന്നല്ല, അവളുടെ ചെവി കടിച്ച് പറിക്കാനാണ്. ചെവി അങ്ങോട്ട് കടിച്ചെടുക്കാണ്, അവളെ തിരിച്ചിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് 4 കുത്തും കൊടുത്തിട്ട് പറയാണ്, ഞാൻ വന്ന അപ്പം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ ഒരു ടെററിസ്റ്റ് ആകാനും നിനക്ക് എന്താണ് ഇത്ര ധൃതി? നിനക്ക് അറിയണോ ഞാൻ ആരാണെന്ന്? അല്ല, ശരിക്കും നിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞിട്ട് നിധ നല്ല പെട കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ലക്ഷ്മിദാസ് ആ ഒരു കാര്യം പറയാം. അതായത് ഞങ്ങളുടെ കമാൻഡോ ടീം ഈ അലി സയ്യിദിനെ കണ്ടുപിടിച്ച സമയത്ത് അവൻ ഒരു പട്ടാളക്കാരന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിധ റഹീം എന്ന്. നിധ അവൾ എവിടെയാണെന്ന്. അതായത് അവരുടെ ചെവിയിൽ നിധയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് തന്നെ അലി സയ്യിദും നിധയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അലി സയ്യിദിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന്റെ കുറച്ച് മുന്നേ ആയിട്ട് നിധയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അല്ലാതെ അവളുടെ കഴിവ് കണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്തൊന്നും അല്ല. ഇപ്പൊ ലക്ഷ്മിദാസിനെ പിറകിലേക്ക് നിധ തള്ളിയിടുകയാണ്. അതേ നേരം തന്നെ കമാൻഡറും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കമാൻഡറും പറയണത്, നിധ ഞങ്ങൾക്ക് ജസ്റ്റ് വേണ്ടിയിരുന്നത് നീ അവനുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് നിന്റെ മുഖത്തിന് ആ ഒരു റിയാക്ഷൻ, ഇത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഇതേ നേരത്തെ തന്നെ നിധയെ പിന്നിൽ നിന്നും കുത്തി കൊല്ലാൻ വേണ്ടി ലക്ഷ്മിദാസ് ശ്രമിക്കുമ്പോൾ കമാൻഡർ ഒറ്റ അടിക്കൊരു കാര്യം ചെയ്യുന്നുണ്ട്, വെട്ടിവെച്ച് അവരെ കൊന്നുകളയാം. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? നമ്മളെ പോലെ തന്നെ നിധയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ അവള് തന്നെ കമാൻഡറോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, എന്താണ് ഈ ഒരു പിശാച്? അതിന് ആരാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഇപ്പൊ കമാൻഡർ അയാൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ എന്താണോ അലി സയ്യിദ് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ പുരാതനമായ അറബി ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നില്ലേ, അത് നിന്റെ ഉപ്പ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അയാളും പറഞ്ഞായിരുന്നു. ചിലപ്പോ നിന്റെ ഉപ്പയായിരിക്കോ ഗൗളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. കാരണം ഈ അലി സയ്യിദ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നിന്റെ ഉപ്പയും പറയാറുണ്ടായിരുന്നു. അതായത് പൂർണ്ണമായിട്ടും അത് ചെയ്തത് ഹക്കീം റഹീം ആണെന്ന് ഇവിടെ കൺഫേം ആയിട്ട് കമാൻഡർക്കും അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ അവളുടെ ഉപ്പ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കമാൻഡർക്ക് ഒരു മറുപടി ഇല്ലായിരുന്നു. ഒരുപാട് തവണ ഇൻട്രോഗേഷൻ ചെയ്തു, അയാളൊന്നും പറഞ്ഞില്ല. അതിനർത്ഥം അയാൾ നിരപരാധിയാണ്, അയാൾക്കൊന്നും അറിയില്ല. സോ ഈ കാര്യം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് നിധയ്ക്ക് ഭയങ്കരമായിട്ടൊരു കുറ്റബോധം തോന്നുകയാണ്. അതുപോലെ തന്നെ കമാൻഡർ ഒരു കാര്യം പറയുന്നുണ്ട്, നിധ നീ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടതല്ലേ, ഞാൻ പറയുന്നതൊന്നും ഇവിടെയുള്ള എല്ലാവരും കേൾക്കൊന്നുമില്ല. സോ ഒരു പരിധി വരെ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല ഈ ഒരു ക്യാമ്പിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് കടക്കണം. എനിക്കറിയാം നീ പറയുന്നത് പോലെ തന്നെ പൈശാചികമായിട്ടുള്ള എന്തൊക്കെയോ അവിടെ ഉണ്ടെന്ന്. അധികം വൈകാതെ ഒരു റെസ്ക്യൂ ടീം ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോഴേക്കും നമുക്ക് പുറത്തേക്ക് കടക്കണം, അവനെയും രക്ഷപ്പെടുത്തണം. അതായത് അഹമ്മദിനെ. ഇവർ പിന്നീട് നേരെ മുകളിലേക്ക് കയറി ചെന്ന് നോക്കുകയാണ്. അവിടെ ഒരു റൂമിൽ വെച്ചിട്ട് അഹമ്മദിനെ ഇവർ കാണുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആ റൂമിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരും ഒളിച്ചിരുന്നത്. പിന്നീട് ഇത്രയും നേരം കാണാത്തൊരു കാര്യം കൂടെ അവരവിടെ കാണുന്നുണ്ട്. അതായത് ഇവരെ തേടി നേരത്തെ ഇങ്ങോട്ടേക്ക് ഈ റൂമിലേക്ക് വന്ന ഒരു പട്ടാളക്കാരനെ ഗൗള് കടിച്ച് കയറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് ഇവർ കാണുകയാണ്. എല്ലാവരും വിചാരിച്ചു അത് ചെയ്തിട്ടുണ്ടാവും അഹമ്മദ് ആയിരിക്കുന്നു. എല്ലാവരും കൂടെ അവനെ വെടിവെക്കാൻ നോക്കുമ്പോൾ നിധ തടുക്കുകയാണ്. വേണ്ട, അവനൊന്നും ചെയ്യരുത്, അവനൊരു നിരപരാധിയാണ്, സംസാരിക്കാൻ പോലും കഴിയില്ല, അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടതാണ്. അതിന് കാരണക്കാർ ഒരു പരിധിവരെ നമ്മളൊക്കെ തന്നെയാ. തൽക്കാലം ഒരു റെസ്ക്യൂ ടീം അത് വരുന്നത് വരെ നമ്മളിവിടെ കാത്തിരുന്നേ മതിയാവുള്ളൂ. എല്ലാവരോടും വെയിറ്റ് ചെയ്യാനായിട്ട് നിധ പറയുന്നുണ്ട്. കുറച്ച് സമയം ഇവരോട് ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ കുറ്റവാളികളുടെയും മൊഴി റെക്കോർഡ് ചെയ്ത കേസറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ നിധയുടെ ഉപ്പയുടെ മൊഴിയും രേഖപ്പെടുത്തിയ ആ ഒരു കേസറ്റ് ഉണ്ടായിരുന്നു. അത് അവളുടെ അടുത്ത് പ്ലേ ചെയ്ത് നോക്കണം കേട്ടോ. അതിൽ ഹക്കീം റഹീം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിരപരാധിയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് കേട്ട സമയത്ത് നിധയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്? അതുപോലെ ഹക്കീം റഹീം അതിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആര് തെറ്റ് ചെയ്താലും അവരതിനുള്ള ശിക്ഷ അനുഭവിച്ചിരിക്കും. എന്റെ മകൾ എന്നെ ചതിച്ചു, ഇനി ആരായാലും അവർക്കുള്ള ശിക്ഷ അത് ലഭിച്ചിരിക്കും. എന്തായാലും ഇത് കേട്ട് ആകെ ഷോക്കായിട്ട് നിധയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇവിടെയുള്ള എല്ലാ സോൾജേഴ്സിന്റെ അടുത്തും അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ മൈൻഡ് തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോവാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടണം. മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവനുണ്ട്, ആ ഗൗളുണ്ട്, അവൻ തന്നെ വിധിക്കട്ടെ എല്ലാവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് അവള് വെട്ടിവെച്ച് പൊട്ടിച്ച് കളയാണ്. ഫുള്ളായിട്ട് ഇരുട്ടായി. അവള് വിചാരിച്ചതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരുത്തന്റെ ഉള്ളിൽ ഗൗളുണ്ടായിരുന്നു. ആ ഇരുട്ടിൽ വെച്ച് ഒരുപാട് പേരെ ആ പിശാച് കടിച്ചു കയറി കൊല്ലുന്നുണ്ട്. ആ നേരത്ത് നിധ അഹമ്മദുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ ആ ഒരു കമാൻഡർ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാളുടെ നേരെയും പിശാച് കയറിയ ആ ഒരു രൂപം വരുന്നുണ്ട്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അതിനെ തടുക്കാൻ നോക്കിയപ്പോൾ ബുള്ളറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാനേഡ് അവിടെ ഇട്ട് പൊട്ടിച്ചു കളയാണ്. ഇതേ നേരം തന്നെ ക്യാമ്പിന്റെ ഉള്ളിൽ നിന്നും ഇവർ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ റെസ്ക്യൂ ടീമും അവിടെ എത്തിയിട്ടുണ്ട്. ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ കമാൻഡർ ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ പൊള്ളലായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സോ അയാളും ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അയാളെ കണ്ടപാട് തന്നെ നിധയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് കമാൻഡർ
കമാൻഡർ ആയിട്ടുള്ള സുനിൽ ഡാകുനിയ അല്ല. അയാളുടെ മാനറിസം അതിങ്ങനെയല്ല. അതിനർത്ഥം ഈ വന്നിരിക്കുന്നത് ആരാണ്? മറ്റാരുമല്ല, അയാളുടെ ശരീരം എടുത്ത ഗൗളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് എല്ലാ പട്ടാളക്കാരുടെയും മുന്നിൽ വെച്ച് ആ ഒരു പിശാചിനെ ഇല്ലാതാക്കാനായിട്ട് നിത അതിന്റെ തല തന്നെ വെട്ടിവെച്ച് പൊട്ടിച്ചു കളയാണ്. എന്നാൽ പട്ടാളക്കാർ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു കമാൻഡറെ കൊന്നുകളഞ്ഞ മറ്റൊരു സോൾജിയർ. അതുകൊണ്ട് തന്നെ നിതയെ അവർ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവളെ ചോദ്യം ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫീസർമാരും വന്നിട്ടുണ്ട്. അതായത് അവളെ ഇപ്പൊ എല്ലാവരും കാണുന്നത് ഒരു ടെററിസ്റ്റ് ആയിട്ടാണ്. ടെററിസ്റ്റ് ആയിട്ടുള്ള ഫാദറിന് പിന്നെ ടെററിസ്റ്റ് ആയിട്ടുള്ള മോളെല്ലാം ഉണ്ടാവുക എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് നിതയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം അവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇതിനുശേഷം അവളെ ജയിലിലടക്കുകയാണ്. അവസാനമായിട്ട് അവളുടെ മുഖം നമ്മളെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരിയിൽ അവളുടെ പല്ലുകൾ നിറയെ രക്തമായിരുന്നു. അവളുടെ വായിൽ നിന്നും അവൾ ഒരു ബ്ലേഡ് പുറത്തേക്ക് എടുക്കുകയാണ്. അവളുടെ കയ്യിലേക്ക് അത് വരയ്ക്കുന്നുണ്ട്. സോ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ഇനി ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. അതായത് ഗൗൾ എന്ന ആ ഒരു ആത്മാവിനെ ആരാണെന്ന് ഇപ്പോഴും കൺഫേം അല്ല. അഹമ്മദ് ആണോ, അല്ലെങ്കിൽ നിതയുടെ ഉപ്പയായിട്ടുള്ള ഹക്കീം റഹീം ആണോ, അല്ലെങ്കിൽ ആ ക്യാമ്പിലുള്ള മറ്റാരെങ്കിലും ആണോ ആ ഒരു ചെകുത്താൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് യാതൊരു അറിവുമില്ല. പക്ഷെ ആ ചെകുത്താൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ മനുഷ്യരുടെ ഉള്ളിലെ ഭയവും അതുപോലെ തന്നെ മനുഷ്യരുടെ ഉള്ളിലെ കുറ്റബോധവും. ഏറ്റവും കൂടുതൽ കുറ്റബോധം ആരുടെ ഉള്ളിലാണോ ഉള്ളത് അവരെ ഈ ഒരു ഗൗൾ എന്ന് പറഞ്ഞ പിശാചിന് നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയും. ഈ ഗൗൾ എന്ന് പറഞ്ഞ പിശാച് നിതയ്ക്ക് വേണ്ടി കാത്തിരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിശാചിന് സമയമോ കാലമോ ഒന്നുമില്ല. പാസ്റ്റിൽ നടക്കുന്ന കാര്യവും ഭൂതകാലത്തിൽ നടന്ന കാര്യം ഇതെല്ലാം അതിന് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ കഴിയും. സോ നിതയുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവാണ്. അവളുടെ ഉള്ളിൽ ഒരിക്കലും തീർക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു കുറ്റബോധം വരും. സോ അവളാണ് ഈ ഒരു പിശാചിന്റെ ശക്തിക്ക് പറ്റിയ ഏറ്റവും നല്ല ശരീരം എന്ന് ആ പിശാച് നേരത്തെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നിതയെ തേടി ആ ഒരു പ്രേതം പട്ടാളക്കാരുടെ ചെവിയിൽ നിത എവിടെ എന്ന് ചോദിച്ചത്. എന്തായാലും അത് കൺഫേം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവസാനത്തെ നിതയുടെ ആ ഒരു ചിരിയും. അവളുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും ഗൗൾ എന്ന ഒരു പിശാച് കീഴടക്കി കഴിഞ്ഞു. കാരണം അവളുടെ ഉള്ളിൽ ആ ഒരു കുറ്റബോധം, ഭയം, ഇതിനെ എല്ലാത്തിനും ആ ഒരു പിശാചിന് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ഈ സീരീസിന്റെ, അതായത് ആക്ച്വലി ഗൗൾ എന്നൊരു 3 എപ്പിസോഡ് മാത്രമുള്ള ഒരു വെബ് സീരീസിന്റെ കഥയാണിത്. സോ ഇതിന്റെ അടുത്ത സീസൺ ഇറങ്ങിയാൽ മാത്രമേ ആരാണ് ശരിക്കും ഗൗളിനെ വിളിച്ചു വരുത്തിയത് എന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.